Hello everyone, welcome back to another video. In this video also we are going to discuss about the topic issue of debenture. Some of the accounting treatments related with the issue of debentures are going to discuss in this video. So let's get into the topic, that is issue of debentures for cash, consideration other than cash and collateral securities. This means ഡിബഞ്ചേഴ്സ് നമുക്ക് വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാം. അതായത് ഷെയറിനെ നമുക്ക് വ്യത്യസ്ത പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം എന്നുള്ളത് നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മുൻപ് ഡിസ്കസ് ചെയ്തു. അതായത് നേരിട്ട് നമുക്ക് ക്യാഷ് റേസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഷെയർസ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ മറ്റെന്തെങ്കിലും പ്രോപ്പർട്ടീസോ അല്ലെങ്കിൽ അസറ്റുകളോ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ക്യാഷിന് പകരം ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് അങ്ങനെ അസറ്റുകൾ അക്വയർ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഡിബഞ്ചർ സെക്യൂരിറ്റി നമുക്ക് എന്ത് ചെയ്യാം, പല പർപ്പസുകൾക്ക് വേണ്ടി യൂസ് ചെയ്യാം. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട 3 പർപ്പസസ് ആണ് നമ്മളിവിടെ ആദ്യം മെൻഷൻ ചെയ്യുന്നത്. ഫസ്റ്റ് കേസ് ഈസ് ഇഷ്യൂ ഫോർ ക്യാഷ്. നമ്മുടെ മെയിൻ പർപ്പസ് സെക്യൂരിറ്റീസ് ഒരു കമ്പനി ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുക എന്നുള്ളതിന്റെ മെയിൻ പർപ്പസ് ടു റൈസ് ദി ക്യാപിറ്റൽ ഓഫ് ദി ക്യാഷ്. അത് ഷെയർസ് ആണെങ്കിലും നമ്മുടെ ഡിബഞ്ചർ ആണെങ്കിലും മറ്റ് ബോണ്ട് അങ്ങനെയുള്ള മറ്റെന്ത് സെക്യൂരിറ്റി ആണെങ്കിലും നമ്മളത് റൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളത് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ടു ഗെറ്റ് ദി റിക്വയർഡ് ഓർ ടു റൈസ് ദി ക്യാപിറ്റൽ. ഒരു കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മുടെ ഡിബഞ്ചറിനെ യൂസ് ചെയ്യും. അതേപോലെ തന്നെ മറ്റു 2 പർപ്പസ് കൂടി ഉണ്ട്. സെക്കൻഡ് വൺ ഈസ് കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. മുൻപ് നമ്മൾ ഷെയർസിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് കമ്പനിക്ക് എന്തെങ്കിലും പ്രത്യേക കൈൻഡ് ഓഫ് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അസറ്റുകളോ അക്വയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്യാഷിന് പകരം കമ്പനിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഡിബഞ്ചേഴ്സ് എന്ത് ചെയ്യും, ഇഷ്യൂ ചെയ്യും. ആൻഡ് ഓൾസോ ആസ് കൊളാട്രൽ സെക്യൂരിറ്റി. കൊളാട്രൽ സെക്യൂരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയാം, ഒരു ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കുകയാണ്. നമുക്ക് ഷോർട്ട് ടേം പീരീഡിൽ നമുക്ക് കുറച്ച് ക്യാഷ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. സോ ആ ക്യാഷിന്റെ റിക്വയർമെന്റ്സിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡിബഞ്ചർ എന്ന സെക്യൂരിറ്റി ബാങ്കിൽ സബ്മിറ്റ് ചെയ്യാം. നമുക്കറിയാം, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന സമയത്ത് ഏതൊരാളും ലോൺ എടുക്കുന്ന സമയത്ത് എത്ര എമൗണ്ട് ആണോ നമ്മൾ ലോൺ എടുക്കുന്നത് അതിന് ഈക്വലന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രൊപ്പോർഷനേറ്റ്ലി ഈക്വലന്റ് ആയിട്ടുള്ള ഒരു വാല്യുബിൾ പ്രോപ്പർട്ടിയോ മറ്റെന്തെങ്കിലും ഡോക്യുമെന്റോ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ബാങ്കിന് സമർപ്പിക്കേണ്ടി വരും. സോ അത്തരത്തിലൊരു ബാങ്കിന്റെ കയ്യിൽ ലോൺ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഒരു കമ്പനിക്ക് അവരുടെ ഈ പറഞ്ഞ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആയിട്ടുള്ള ഡിബഞ്ചർ എന്ത് ചെയ്യാം, ആസ് എ കൊളാറ്ററൽ സെക്യൂരിറ്റി ആയിട്ട് ബാങ്കിൽ കൊടുത്തിട്ട് എന്ത് ചെയ്യും, അവിടെ ലോൺ അഡോപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ലോൺ സ്വീകരിക്കാം. സോ ഇത്രയാണ് പ്രധാനപ്പെട്ട പർപ്പസസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട യൂസസ് ഓഫ് ഡിബഞ്ചേഴ്സ്. നമുക്ക് ഫസ്റ്റ് കേസാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ ക്യാഷ്. സോ നമുക്ക് ഷെയർ പോലെ തന്നെ ഡിബഞ്ചർ നമുക്ക് എന്ത് ചെയ്യാം, ക്യാഷിന് വേണ്ടി ഇഷ്യൂ ചെയ്യാം. അപ്പൊ ഈ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ പഠിച്ച പോലെ തന്നെ എന്ത് ചെയ്യാം, അറ്റ് എ പ്രൈസ് വിച്ച് ഈസ് ഈക്വൽ ടു ദ ഫേസ് വാല്യൂ ദാറ്റ് ഈസ് കോൾഡ് അറ്റ് പാർ. എന്ത് ചെയ്യാം, നമുക്ക് ഡിബഞ്ചറുകൾ അതിന്റെ യഥാർത്ഥ ഫേസ് വാല്യൂവിൽ വേണമെങ്കിൽ ഇഷ്യൂ ചെയ്യാം. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആൻഡ് ഓൾസോ ഡിസ്കൗണ്ട്. ഈ 3 കേസിലും അല്ലെങ്കിൽ ഈ ഒരു 3 പ്രൈസിൽ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ഡിബഞ്ചറിൽ ഇഷ്യൂ ചെയ്യാം. അതായത് ഫസ്റ്റ് കേസ് അറ്റ് പാർ വിച്ച് മീൻസ് ദ ആക്ച്വൽ പ്രൈസ് ഓർ ദ ഫേസ് വാല്യൂ. എന്താണോ ഷെയറിന്റെ ഫേസ് വാല്യൂ അതേ വിലക്ക് തന്നെ എന്ത് ചെയ്യും, നമ്മുടെ പ്രൈസ് നമ്മുടെ ഡിബഞ്ചറിന്റെ മാർക്കറ്റിൽ അവൈലബിൾ ആക്കുന്നതാണ് നമ്മുടെ അറ്റ് പാർ. ദെൻ സെക്കൻഡ് കേസ് ഇസ് പ്രീമിയം. അതായത് മീൻസ് ആക്ച്വൽ പ്രൈസിനേക്കാൾ കൂടുതൽ, the price which is excess or above the actual price, that is called premium. And the final case is discount, which means the price which is less than the actual price. ഫേസ് വാല്യൂവിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് എന്ത് ചെയ്യണം, മാർക്കറ്റിൽ നമ്മുടെ ഡിബഞ്ചർ അവൈലബിൾ ആക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ that is called discount. Then നമുക്ക് എന്ത് ചെയ്യാം, ജേണൽ എൻട്രീസ് നോക്കാം. അതായത് ഡിബഞ്ചേഴ്സ് which are issuing for rising cash. ഫസ്റ്റ് കേസ് പാർ, പ്രീമിയം, അതേപോലെ ഡിസ്കൗണ്ട് ഉണ്ട്. സോ അറ്റ് പാറിലാണെങ്കിൽ എന്തെല്ലാം ജേണൽസ് ആണ് നമുക്ക് എഴുതേണ്ടതായിട്ടുള്ളത്. സോ 2 രീതിയിൽ നമുക്ക് നമ്മുടെ ഡിബഞ്ചറിന്റെ ക്യാഷ് കളക്ട് ചെയ്യാം. മുൻപ് നമ്മൾ ഷെയറിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഇൻസ്റ്റാൾമെന്റുകളായിട്ട് ഡിബഞ്ചറിന്റെ ക്യാഷ് കളക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ലംസമായിട്ട്, ലംസം മീൻസ് സിംഗിൾ പേയ്മെന്റ്. അതായത് എന്ത് ചെയ്യാം, എത്ര എമൗണ്ട് അല്ലെങ്കിൽ എത്ര വാല്യൂ ഉള്ള ഡിബഞ്ചർ ആണോ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര രൂപ വാല്യൂ ഉള്ള ഡിബഞ്ചർ ആണോ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്, ആ പ്രൈസ് ഒന്നിച്ച് എന്ത് ചെയ്യാം, കളക്ട് ചെയ്യാം. അതിനെ പറയുന്ന പേരാണ് അറ്റ് ലംസം. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന പോലെ തന്നെ അല്ലെങ്കിൽ ഷെയറിന്റെ ഫണ്ട് റൈസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് നമുക്ക് ക്യാഷ് റൈസ് ചെയ്യാം. സോ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അറ്റ് പാറിലാണെങ്കിൽ നമുക്ക് എഴുതേണ്ടതായിട്ടുള്ള ജേണൽ എൻട്രീസ് ഫസ്റ്റ് കേസ് അറ്റ് ലംസം ആണ്. അതായത് എല്ലാ എമൗണ്ടും ഡിബഞ്ചറിന് മുകളിലുള്ള എല്ലാ കംപ്ലീറ്റ് എമൗണ്ട് നമ്മൾ ഒന്നിച്ചാണ് കളക്ട് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ഒറ്റ എൻട്രി എഴുതിയാൽ മതി. അല്ല, ബിക്കോസ് ഇൻസ്റ്റാൾമെന്റുകളാണെങ്കിൽ നമുക്ക് വ്യത്യസ്ത ഇൻസ്റ്റാൾമെന്റിന്റെ ജേണൽ എൻട്രീസ് എഴുതാണ്ടായിരിക്കും. പക്ഷെ ഇവിടെ ലംസം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഫസ്റ്റ് ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട്. എപ്പോഴും നമ്മൾ സെക്യൂരിറ്റീസ് അത് ഷെയർസ് ആയിക്കോട്ടെ ഡിബഞ്ചർ ആയിക്കോട്ടെ അത് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാഷ് കിട്ടും. സോ ഫസ്റ്റ് എൻട്രി എന്തായിരിക്കും, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു. നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ള എല്ലാ ജേണൽ എൻട്രിയിലും ടു ഷെയർ അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ അങ്ങനെ ആയിരിക്കും അല്ലെ. പക്ഷെ ഇവിടെ എന്തല്ല, ഷെയർ അല്ല, പകരം ഡിബഞ്ചർ ആണ്. സോ നമ്മൾ എഴുതുന്നത് ഡിബഞ്ചർ ക്യാപിറ്റൽ ആണ്, ദാറ്റ് ഈസ് ഡിബഞ്ചർ അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട്. നമ്മൾ ഷെയറിന്റെ പകരം എന്ത് എഴുതി, ഡിബഞ്ചർ എഴുതി. ഇനി നോക്കാം, ഇത് തന്നെ നമ്മൾ വ്യത്യസ്ത ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ടാണ് കളക്ട് ചെയ്യുന്നതെങ്കിൽ, ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ടാണ് നമ്മൾ
ഈ ഒരു ഡിബഞ്ചറിന് മുകളിലുള്ള ക്യാഷ് കളക്ട് ചെയ്തെങ്കിൽ നമുക്ക് എത്ര ഇൻസ്റ്റാൾമെന്റ്സ് ഉണ്ടായിരിക്കും, വാരിയസ് ഇൻസ്റ്റാൾമെന്റ്സ് ഉണ്ടായിരിക്കും. ഓഫ് കോഴ്സ് അവിടെ ഏതൊക്കെ ഉണ്ടായിരിക്കും? ഫസ്റ്റ് കേസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആപ്ലിക്കേഷൻ മണി ആയിട്ടുണ്ടായിരിക്കും, അലോട്ട്മെന്റ് ആയിട്ടുണ്ടായിരിക്കും, ആൻഡ് ഫർദർ കോളുകൾ അല്ലെ. സോ ഫസ്റ്റ് കേസ് എന്താണ്? ആപ്ലിക്കേഷൻ ആയിട്ടാണ് നമ്മൾ ഒന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ്. സോ ആപ്ലിക്കേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യും? ആദ്യം ആളുകൾ ഡിബഞ്ചറിന് അപ്ലൈ ചെയ്യാൻ പതിവ്. സോ ആദ്യത്തെ എൻട്രി എന്തായിരിക്കും? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അല്ലെ. ഷെയർ ആപ്ലിക്കേഷന്റെ പകരം ഡിബഞ്ചർ ആപ്ലിക്കേഷൻ. സോ ഇതാണ് എന്ത്? ഫസ്റ്റ് എൻട്രി. അതിന്റെ നരേഷൻ എന്തായിരിക്കും? ഡിബഞ്ചർ ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ്. ഡിബഞ്ചർ ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ് എന്നായിരിക്കും നമ്മുടെ ഫസ്റ്റ് എൻട്രി. ദെൻ എന്ത് ചെയ്യേണ്ടി വരും? ഷെയർ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഈ റിസീവ് ചെയ്ത ആപ്ലിക്കേഷൻ മണി അല്ലെ, ഷെയർ നമ്മൾ ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്താൽ നമ്മൾ ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ഡിബഞ്ചർ ആപ്ലിക്കേഷൻ ആയിട്ട് കിട്ടിയ ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യും? ഡിബഞ്ചറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സോ സെക്കൻഡ് എൻട്രി എന്തായിരിക്കും? ട്രാൻസ്ഫർ ഇൻ ടു ഡിബഞ്ചർ. സോ ജനറൽ വരുന്നത് ഏത് എമൗണ്ട് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? ഒന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് ആണ്, ദാറ്റ് ഈസ് ഡിബഞ്ചർ ആപ്ലിക്കേഷൻ. ഡിബഞ്ചർ ആപ്ലിക്കേഷൻ ആണ് കിട്ടിയിട്ടുള്ളത്. സോ ഡിബഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഷെയർ ക്യാപിറ്റലിന് പകരം ഡിബഞ്ചർ ക്യാപിറ്റലിലേക്ക്, ദാറ്റ് ഈസ് ഡിബഞ്ചർ. സോ ഇതാണ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റിന്റെ ജനറൽ എൻട്രി. ഇനി ഇതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട്? നെക്സ്റ്റ് ഇൻസ്റ്റാൾമെന്റ്സ് ഉണ്ട്, അഥവാ അലോട്ട്മെന്റ്, ഫസ്റ്റ് കോൾ, അങ്ങനെ ഡിഫറെന്റ് ഇൻസ്റ്റാൾമെന്റ്സ് ഉണ്ട്. സോ നെക്സ്റ്റ് അലോട്ട്മെന്റ് ആണെങ്കിൽ എന്തായിരിക്കും? അലോട്ട്മെന്റ് ആണെങ്കിൽ നമ്മൾ ആദ്യം മുൻപ് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നമുക്ക് അലോട്ട്മെന്റ് ഡ്യൂ ആയിട്ട് കാണിക്കണം. സോ അലോട്ട്മെന്റ് ഡ്യൂ ആണെങ്കിൽ എന്ത് എഴുതും? നമ്മൾ ആദ്യം ഡിബഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു എങ്ങനെ നമുക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാനുള്ളത് ഡിബഞ്ചർ അക്കൗണ്ടിലേക്കാണ്. സോ ഡിബഞ്ചർ നമ്മൾ എന്തൊക്കെ, അല്ലെങ്കിൽ മുൻപ് ഷെയറിന്റെ കേസിൽ എന്താണ് നമ്മൾ പഠിച്ചത്? അവിടെ ഷെയർ എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഡിബഞ്ചറിനാക്കി മാറ്റിയാൽ മാത്രം മതി. സോ ഡിബഞ്ചർ ഡ്യൂ ആണെങ്കിൽ ഡിബഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട്. സോ ഡ്യൂ ആണെങ്കിൽ ഇനി ഈ അലോട്ട്മെന്റ് മണി റിസീവ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു എന്താണ് റിസീവ് ചെയ്യുന്നത്? ഡിബഞ്ചർ അലോട്ട്മെന്റ് അല്ലെ, രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ്. ഇനി ഇതുപോലെ കോൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കോൾ ഡ്യൂ ആയിട്ട് എഴുതും, അതായത് ഡിബഞ്ചർ കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട്. ദെൻ കോൾ മണി റിസീവ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ കോൾ അക്കൗണ്ട്. സോ നമ്മൾ മുൻപ് പഠിച്ചത് തന്നെയാണ്, പക്ഷെ അവിടെ എന്ത് മാത്രം മാറ്റമുണ്ട്? ഷെയർ അല്ല, പകരം ഡിബഞ്ചർ ആണ്. സോ നമ്മൾ ഷെയർ എന്ന് എഴുതിയെന്നിടത്തൊക്കെ എന്ത് ചെയ്യും? ഡിബഞ്ചർ എന്ന് എഴുതണം. സോ ഇതാണ് ബേസിക് എൻട്രീസ് റിലേറ്റഡ് വിത്ത് ഷെയർ ഇഷ്യൂ അറ്റ് പാർ. ദെൻ സെക്കൻഡ് കേസ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ അറ്റ് പ്രീമിയം. മുൻപ് പാറിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ രണ്ടാമത്തെ കേസിൽ എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം? ഒരു പക്ഷേ ലംസമായിട്ട് കളക്ട് ചെയ്യും, അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ടായിരിക്കും കളക്ട് ചെയ്യും. ലംസം ആണെങ്കിൽ എങ്ങനെ? മുൻപ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആദ്യം ബാങ്ക് അക്കൗണ്ട് ക്യാഷ് റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഏത്? ഡിബഞ്ചർ അക്കൗണ്ട് ടു ഡിബഞ്ചർ അക്കൗണ്ട്. ഇവിടെ ഏത് കൂടി വരുന്നുണ്ട്? പ്രീമിയം വരുന്നുണ്ടല്ലേ? നമുക്കറിയാം പ്രീമിയം എമൗണ്ട് അഥവാ യഥാർത്ഥ എമൗണ്ടിനേക്കാൾ എക്സസ് എമൗണ്ട് കമ്പനി കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദ എക്സസ് എമൗണ്ട് ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു അക്കൗണ്ട് കോൾഡ് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്. സോ ഈ ഒരു എക്സസ് എമൗണ്ടിന് അഥവാ അധികം വരുന്ന ക്യാഷ് നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ട് വരും? നമ്മുടെ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സോ അതിന്റെ ജനറൽ എൻട്രി നമ്മൾ പ്രത്യേകം ആഡ് ചെയ്യാം. സോ ലംസം ആണെങ്കിലാണ് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡിബഞ്ചർ അക്കൗണ്ട് ദെൻ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്. സോ ഇത് ലംസം കേസ് ആണ്. ഇനി ഇത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട്. സോ ഇൻസ്റ്റാൾമെന്റ് ആണെങ്കിൽ ആപ്ലിക്കേഷൻ, അലോട്ട്മെന്റ്, ഫസ്റ്റ് ഫൈനൽ കോൾ. സോ മുൻപ് നമുക്ക് എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റാൾമെന്റ് അലോട്ട്മെന്റ് മണി അല്ലെ, അലോട്ട്മെന്റ് മണിയുടെ കൂടെയാണ് നമ്മൾ ഈ പറഞ്ഞ ഈ പ്രീമിയം കളക്ട് ചെയ്യുന്നതെങ്കിൽ അലോട്ട്മെന്റിന്റെ എല്ലാ ഇൻസ്റ്റാൾമെന്റ്സ് ആണെങ്കിൽ എല്ലാ ഇൻസ്റ്റാൾമെന്റ്സിനും നമുക്ക് രണ്ട് എൻട്രി എഴുതാണ്ടാവും, എമൗണ്ട് റിസീവ് ചെയ്യുന്നതും ആൻഡ് അത് ഡ്യൂ അല്ലെ. സോ നമുക്ക് അലോട്ട്മെന്റ് ആണെങ്കിൽ അലോട്ട്മെന്റിന്റെ കൂടെയാണ് നമ്മൾ ഈ ഒരു പ്രീമിയം കളക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഏതാണ്? ഡ്യൂ അല്ലെ, നമ്മൾ അലോട്ട്മെന്റ് മണി ഡ്യൂ ആയിട്ട് കാണിക്കണം. സോ ഡിബഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ. കിട്ടാനുള്ളത് ഡിബഞ്ചറിന്റെ എക്സാക്ട് പ്രൈസ് മാത്രമല്ല, ഏത് കൂടിയുണ്ട്? ടു സെക്യൂരിറ്റി പ്രീമിയം. നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. ഷെയറിന്റെ കേസിൽ പറഞ്ഞ അത് തന്നെയാണ്. എന്ത് ചെയ്താൽ മതി? അഡീഷണൽ എമൗണ്ട് അല്ലെങ്കിൽ എക്സസ് എമൗണ്ട് കളക്ട് ചെയ്യുന്നെങ്കിൽ എക്സസ് എമൗണ്ടിനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക, പ്രീമിയം അഥവാ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ദെൻ തേർഡ് കേസ് ആണ് ഡിബഞ്ചർ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. ഇനി ഡിസ്കൗണ്ടിലാണെങ്കിലോ യഥാർത്ഥ വിലയേക്കാൾ കുറഞ്ഞ വിലക്ക് അല്ലെ, മാർക്കറ്റിൽ ഷെയർ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് യഥാർത്ഥ വിലയേക്കാൾ, അതിന്റെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ നോമിനൽ പ്രൈസിനേക്കാൾ കുറഞ്ഞ വിലക്കാണ് ചെയ്യുന്നത് നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്. ആസ് യൂഷ്വൽ ലംസം ആണെങ്കിൽ എങ്ങനെ? ക്യാഷ് റിസീവ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു എങ്ങനെ നമ്മൾ എഴുതി? ടു ഡിബഞ്ചർ അല്ലെ. നമ്മൾ എക്സസ് എമൗണ്ട് അഥവാ പ്രീമിയത്തിലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ അധിക എമൗണ്ടിന് നമ്മൾ ടു സെക്യൂരിറ്റി പ്രീമിയം എന്ന് പറയാൻ കാണിക്കും. ഇനി ഡിസ്കൗണ്ടിന്റെ കേസ് അഥവാ ഡിസ്കൗണ്ടിന്റെ കേസിൽ ഡിബഞ്ചർ ആയിട്ട് എത്ര എമൗണ്ട് ആണ് നമുക്ക് കിട്ടാനുള്ളത്, അഥവാ ലംസം എമൗണ്ടിന്റെ കേസാണ് പറയുന്നത്. സോ ലംസം ആയിട്ട് എത്ര എമൗണ്ട് ആണ് കിട്ടാനുള്ളത് അത് നമ്മൾ എന്ത് ചെയ്യും? ടോട്ടൽ എമൗണ്ട് നമ്മുടെ ഡിബഞ്ചറിൽ എഴുതും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യുന്നില്ല?
ഫുൾ എമൗണ്ട് കിട്ടുന്നില്ല, ഒരു പെർട്ടിക്കുലർ എമൗണ്ട് കുറഞ്ഞിട്ടുള്ള ബാക്കി എമൗണ്ട് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ നമ്മൾ റിസീവ് ചെയ്യുന്നുള്ളൂ. സോ ആ കുറഞ്ഞ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് കുറഞ്ഞിട്ടില്ലേ. സോ അധികം എമൗണ്ട് റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ സെക്യൂരിറ്റി പ്രീമിയം പറഞ്ഞിട്ട് ക്രെഡിറ്റ് ആയി കാണിക്കും. ഇനി അത് തന്നെ ഡിസ്കൗണ്ട് അഥവാ യഥാർത്ഥ വിലയേക്കാൾ കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നേരെ ഓപ്പോസിറ്റ് ഡെബിറ്റിൽ എന്ത് ചെയ്യും, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ എന്ന് എഴുതാം. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ അക്കൗണ്ട് ഡെറ്റർ. എന്നിട്ട് എന്ത് ചെയ്യും, എത്ര എമൗണ്ട് ആണോ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുള്ളത് ആ എമൗണ്ട് എന്ത് ചെയ്യും, നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതും. ദെൻ ഡിസ്കൗണ്ടിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് എമൗണ്ട് കളക്ട് ചെയ്യാം. ഇൻസ്റ്റാൾമെന്റ് ആണെങ്കിൽ നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റാൾമെന്റിൽ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് നമ്മുടെ ഡിസ്കൗണ്ടിനെ കാണിക്കേണ്ടി വരും. സോ ആ ഡിസ്കൗണ്ട് ഫോർ എക്സാമ്പിൾ നമുക്കറിയാം പ്രീമിയം ആണെങ്കിൽ നമ്മളൊരു സാധാരണ ക്വസ്റ്റൻസിൽ പറയാറുണ്ട് ആപ്ലിക്കേഷൻ മണി ടു അലോട്ട്മെന്റ് മണി ₹5 എന്ന് പറയും. എന്നിട്ട് ബ്രാക്കറ്റിൽ എന്ത് ചെയ്യാറുണ്ട്, ₹2 ആസ് പ്രീമിയം എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ എന്ത് ചെയ്യും, നമുക്ക് ഡിസ്കൗണ്ടിന്റെ കേസിലാണെങ്കിൽ അപ്ലിക്കേഷന് അലോട്ട്മെന്റ് ഫസ്റ്റ് അങ്ങനെ ഡിഫറെന്റ് ഇൻസ്റ്റാൾമെന്റ്സ് തരും. എന്നിട്ട് എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റാൾമെന്റിന്റെ ബ്രാക്കറ്റ് നമുക്ക് തരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടോട്ടൽ ₹10 വാല്യൂള്ള ഷെയർ, അതിന്റെ ₹2 ഓൺ ഫസ്റ്റ് കോളിംഗ്, ₹2 ഓൺ അലോട്ട്മെന്റ് ആൻഡ് ₹5 ഓൺ ഫൈനൽ കോൾ ആണെന്ന് വിചാരിക്കും. അപ്പൊ ₹9 ആവുന്നുള്ളൂ. നമ്മുടെ അലോട്ട്മെന്റ് ₹2 ആണല്ലേ. സോ ആ അലോട്ട്മെന്റിന്റെ ബ്രാക്കറ്റിൽ തരികയാണെങ്കിൽ ₹1 ആസ് ഡിസ്കൗണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അലോട്ട്മെന്റിന്റെ സമയത്താണ് നമ്മൾ ആ ഒരു ഡിസ്കൗണ്ടിനെ കാണിക്കേണ്ടി വരിക. സോ അലോട്ട്മെന്റിന് കൂടെയാണ് നമ്മൾ ഡിസ്കൗണ്ട് കാണിക്കുന്നത് എങ്കിൽ ആസ് യൂഷ്വൽ നമ്മൾ ഡ്യൂ ആയിട്ടുള്ള ജേർണൽ എൻട്രി നമുക്കറിയാം 2 ജേർണൽ എൻട്രീസ് ആണ് നമ്മൾ എഴുതേണ്ടത്. ഒന്ന് ഡ്യൂ ആണ്, മറ്റൊന്ന് റിസീവ് ചെയ്യുന്നത്. സോ പ്രീമിയം നമ്മൾ എവിടെ കാണിക്കരുത്, ഡ്യൂ ആവുന്ന സമയത്താണ് കാണിക്കേണ്ടത്. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഡിസ്കൗണ്ട് ഡ്യൂ ആവുന്ന സമയത്താണ് കാണിക്കേണ്ടത്. അപ്പൊ അലോട്ട്മെന്റ് കേസ് ആണെങ്കിൽ ഡിബെഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ എന്താ ഡിസ്കൗണ്ട് എവിടെ എഴുതേണ്ടത്, ഡെബിറ്റ്. സോ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബെഞ്ചർ അക്കൗണ്ട്. അപ്പൊ ഇതാണ് എന്ത് ചെയ്യാൻ എത്ര എമൗണ്ട് ആണ് ഡ്യൂ എന്നുള്ളത് കാണിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യേണ്ടത്, അതിൽ എത്ര ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. ദെൻ എന്ത് ചെയ്യും, നമ്മൾ റിസീവ് ചെയ്യുന്ന സമയത്ത് ആസ് യൂഷ്വൽ ബാങ്ക് അക്കൗണ്ട് എഴുതും, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബെഞ്ചർ അലോട്ട്മെന്റ്. ഇവിടെ ഡിബെഞ്ചർ അലോട്ട്മെന്റ് അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആക്ച്വലി എത്ര മാത്രമേ കിട്ടുന്നുള്ളൂ, ഡിസ്കൗണ്ട് എമൗണ്ട് കുറഞ്ഞിട്ടുള്ള ബാക്കി എമൗണ്ട് കിട്ടുന്നുള്ളൂ അല്ലേ. സോ ഇവിടെ ഇത് മാത്രമേ കാണിക്കാൻ പാടുള്ളൂ, എത്ര എമൗണ്ട് ആണ് ആക്ച്വലി റിസീവ് ചെയ്യുന്നത് അത് മാത്രമേ നമ്മൾ കാണിക്കാൻ പാടുള്ളൂ. അത് നമ്മൾ പ്രീമിയത്തിന്റെ കേസിലാണെങ്കിൽ അങ്ങനെയാണ്, റിസീവ് ചെയ്യുന്ന സമയത്ത് എത്ര എമൗണ്ട് ആണ് നമുക്ക് ആക്ച്വലി കിട്ടുന്നത് അത് മാത്രമേ കാണിക്കാറുള്ളൂ. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഡിസ്കൗണ്ട് കേസിലും എത്ര എമൗണ്ട് ആണ് ആക്ച്വലി റിസീവ് ചെയ്യുന്നത് ആ എമൗണ്ടിനെ മാത്രം എന്ത് ചെയ്യുക കാണിക്കാം. സോ ദീസ് ആർ ദി വാരിയസ് ജേർണൽ എൻട്രീസ് റിഗാർഡിംഗ് PAR, premium and discount. The next example question നോക്കാം regarding the issue of debenture at PAR, premium and discount. So the case is A Limited issued 8% debentures. A Limited issued 8% debentures. ഇവിടെ 8% ഉദ്ദേശിക്കുന്നത് നത്തിങ്, അതെന്താണ്, ആ ഡിബെഞ്ചറിന് മുകളിൽ കമ്പനി കൊടുക്കുന്ന ഇൻട്രസ്റ്റിനെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അത് എഫക്ട് ചെയ്യുന്നില്ല. എന്നാലും ആ ഡിബെഞ്ചറിനെ പറയുന്ന സമയത്ത് ഡിബെഞ്ചറിന്റെ പെർസെന്റേജ് കൂടി കോമൺ ആയിട്ട് പറയേണ്ടതുണ്ട്. സോ 1000 ഡിബെഞ്ചേഴ്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്, ഡിബെഞ്ചറിന്റെ ഇൻട്രസ്റ്റ് എത്രയാണ്, 8%. നമുക്കത് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലത്തിന് എഫക്ട് ചെയ്യുന്നില്ല. സോ 8% ആണ്. സോ 8% പറഞ്ഞാൽ എന്താ മനസ്സിലാക്കാതെ ആ ഡിബെഞ്ചർ ഒരു ഡിബെഞ്ചറിന് മുകളിൽ കമ്പനി കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണ് ഓഫ് ₹100 ഈച്ച്, ₹100 വാല്യൂ ഉള്ള 1000 ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. റൈറ്റ് journal entries when debentures are issued at par. So journal entries എഴുതാൻ പറയുന്നത് എപ്പോ, when debentures are issued at par and at 20% premium and at 10% discount. So 10% ഡിസ്കൗണ്ടിലും 20% പ്രീമിയത്തിലും and at par ഈ ഒരു 3 കേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, journal entries എഴുതാൻ പറയുന്നത്. then പറയുന്നുണ്ട് assume the amount collected in lump sum method. ഈ amount കളക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, lump sum ആയിട്ട് ഒന്നിച്ചാണ്. സോ ഫസ്റ്റ് കേസ് എന്തായിരിക്കും, ഇഷ്യൂഡ് അറ്റ് പാർ ആണെങ്കിൽ അതായത് എന്താണ് യഥാർത്ഥ പ്രൈസ് മാത്രമേ നമ്മൾ കളക്ട് ചെയ്യുന്നുള്ളൂ. സോ നമ്മുടെ ജേർണൽ എൻട്രി എന്തായിരിക്കും, ജേർണൽ എഴുതുന്ന സമയത്ത് ജേർണൽ ഡെബിറ്റ് ക്രെഡിറ്റ് നെക്സ്റ്റ് എമൗണ്ട് എഴുതുമ്പോൾ അഥവാ നമ്മുടെ ജേർണൽ എഴുതുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബെഞ്ചർ അല്ലെ, എന്താണ് നമ്മുടെ എക്സാക്ട് പ്രൈസ്, 1000 ഷെയർ ആണ് ഡിബെഞ്ചർ, 1000 ഡിബെഞ്ചർ ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. ഒരെണ്ണത്തിന്റെ പ്രൈസ് ₹100, എക്സാക്ട് പ്രൈസ് എന്താണ് അതിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ റിസീവ് ചെയ്യുന്ന എമൗണ്ട് ₹1 lakh അല്ലെ, 1 lakh ആണ് കമ്പനി റിസീവ് ചെയ്യുക. സോ നരേഷൻ എഴുതുന്നുണ്ട് ഡിബെഞ്ചർ ഇഷ്യൂഡ് അറ്റ് പാർ. ദെൻ രണ്ടാമത്തെ കേസ് എന്താണ്, അറ്റ് 20% പ്രീമിയം, 20% അധികം എന്ത് ചെയ്യുന്നുണ്ട് കമ്പനി ഈടാക്കുന്നുണ്ട്. അഥവാ ഷെയറിന്റെ യഥാർത്ഥ പ്രൈസ് എത്രയാണ്, ₹100 ആണ്, അത് ആ 100 പ്രൈസിനേക്കാൾ 20% ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലെ. 20% എന്ന് പറയുമ്പോൾ 120 അല്ലെ, ₹120 എന്ത് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. നമുക്ക് ഇതേ ജേർണൽ എൻട്രിയിൽ എന്ത് ചെയ്താൽ മതി, ചെറിയൊരു ചേഞ്ച് വരുത്തിയാൽ മതി. പ്രീമിയം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രീമിയത്തിൽ അത് മീൻസ് എക്സ്ട്രാ കിട്ടുന്ന എമൗണ്ടിനെ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ട്. സോ സെയിം ജേർണൽ എൻട്രിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ടു സെക്യൂരിറ്റി പ്രീമിയം ആഡ് ചെയ്യാം, ടു സെക്യൂരിറ്റി
പ്രീമിയം ആഡ് ചെയ്യാം. എമൗണ്ട് സെയിം ആയിരിക്കും അല്ല, വ്യത്യാസം ഉണ്ടായിരിക്കില്ല. ടോട്ടൽ റിസീവ് ചെയ്യുന്നത് എത്രയാണ്? നമ്മൾ 1000 ഷെയറിന്റെ മുകളിൽ 120 രൂപ അല്ലെ. 1000 ഷെയറിന് മുകളിൽ 100 ആയിരുന്നു എങ്കിൽ 1 ലാക്ക് ആയിരുന്നു. നമ്മുടെ എത്രയാണ്? 120 ആണ്. സോ എമൗണ്ട് എത്ര വരും? 1,20,000 അല്ലെ. 1,20,000 ആണ് നമ്മുടെ ടോട്ടൽ എമൗണ്ട് വരിക. സോ നെക്സ്റ്റ് അതിൽ ഡിബഞ്ചറിലേക്ക് എക്സാക്ട്ലി എത്രയാണ്? അതായത് 1000 ഷെയറിന് മുകളിൽ എന്താണ് അതിന്റെ യഥാർത്ഥ പ്രൈസ്, അത് മാത്രം ഡിബഞ്ചറിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി. അതായത് 100 രൂപ മാത്രം ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ മതി, ഡിബഞ്ചറിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി. ദാറ്റ് ഈസ് 1 ലാക്ക്. അതിന്റെ അഡീഷണൽ വരുന്ന നമ്മുടെ 1000 ഷെയറിന് മുകളിൽ 20 അല്ലെ, 20 റുപ്പീസ് അഡീഷണൽ ആണ്. പ്രീമിയം ആണ്, നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം, നമ്മുടെ സെക്യൂരിറ്റി പ്രീമിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സോ അഡീഷണൽ എമൗണ്ട് എത്ര വരും? 1000 into 20, 20,000. സോ ഇത്ര മാത്രമേ പ്രീമിയത്തിന് കേസിൽ വരുന്നുള്ളൂ. ഇനി നമുക്ക് ഏത് കൂടി ഉണ്ട്? ഡിസ്കൗണ്ട് ഉണ്ട്. സോ ഡിസ്കൗണ്ടിൽ എങ്ങനെയാണ്? ബാങ്ക് അക്കൗണ്ട് എത്ര റിസീവ് ചെയ്യുന്ന എമൗണ്ട് യഥാർത്ഥ എമൗണ്ടിനേക്കാൾ കുറഞ്ഞ എമൗണ്ട്. സോ ലെസ് ആയി വന്നിട്ടുള്ള എമൗണ്ട് അഥവാ കുറഞ്ഞ എമൗണ്ട് എത്രയെന്ന് നമുക്ക് സെപ്പറേറ്റ് ഡിസ്കൗണ്ട് ആയിട്ട് കാണിക്കണം. സോ നെക്സ്റ്റ് ഞങ്ങൾക്ക് നോക്കാം. സോ ഡിസ്കൗണ്ടിലാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് എത്ര ദെൻ എന്തുണ്ട്? പ്രൈസ് ലെസ് ആണ്. സോ അവിടെ ഡിസ്കൗണ്ട് ഉണ്ട്. ഡിസ്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെറ്റർ ദെൻ ടു ഡിബഞ്ചർ അക്കൗണ്ട്. ലംസം ആയതുകൊണ്ട് നമുക്ക് ഒറ്റ എൻട്രി എഴുതിയാൽ മതി. സോ നോക്കാം ടോട്ടൽ എത്ര എമൗണ്ട് റിസീവ് ചെയ്യാനുണ്ട്? 1000 ഷെയറിന് മുകളിൽ 100 പൈസ കമ്പനിക്ക് 1 ലാക്ക് കിട്ടാനുണ്ട് അല്ലെ. ഇതിൽ എത്ര നമ്മുടെ ഡിസ്കൗണ്ട്? 10% ഡിസ്കൗണ്ട്. 100 റുപ്പീസിന് മുകളിൽ 10% മീൻസ് 10 റുപ്പീസ്. അങ്ങനെയാണെങ്കിൽ കമ്പനിക്ക് എത്ര കിട്ടുന്നുള്ളൂ? 100 ഷെയറിന് മുകളിൽ 1000 ഷെയറിന് മുകളിൽ 90 രൂപയാണ് കമ്പനിക്ക് തരുന്നത്. ടോട്ടലി റിസീവ് ചെയ്യുന്നത് അഥവാ എമൗണ്ട് എത്ര ആയിരിക്കും? 90,000. 90,000 രൂപയിൽ കമ്പനിക്ക് റിസീവ് ചെയ്യുന്നത്. അതേ 1000 ഷെയറിന് മുകളിൽ എത്ര ഡിസ്കൗണ്ട് പോകുന്നുണ്ട്? 10 രൂപ ഡിസ്കൗണ്ട് പോകുന്നുണ്ട്. അഥവാ റുപ്പീസ് 10,000. സോ 10,000 plus 90,000 is equal to 1 lakh. Debentures are issued at ഡിസ്കൗണ്ട് ആയിരിക്കും നമ്മുടെ നരേഷൻ. സോ അത്രയാണ്, വളരെ സിമ്പിൾ ആണ്. നമുക്ക് മുൻപ് നമ്മുടെ ഷെയർ ഇഷ്യൂവിന്റെ കേസ് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയ ആളുകൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്യാവുന്ന പ്രോബ്ലംസ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, താങ്ക് യു.